ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ കേരള റാങ്ക് വേഴ്സസ് മാർക്കാണ്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഓർത്തതല്ല. കാരണം എനിക്ക് എക്സാംസ് ആണ്, നിങ്ങൾക്കറിയാലോ, ഞാൻ ഫൈനൽ ഇയർ ആണ്. എൻ്റെ എക്സാംസ് ENTയുടെ എക്സാം ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി 7 സെറ്റ് പേപ്പർ ഇനി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ നമ്മുടെ റൂമല്ല, എൻ്റെ റൂമിൻ്റെ ഒരു വൃത്തി നിങ്ങളിവിടെ പ്രതീക്ഷിക്കരുത്. ഈ ഫ്ലോറിലെ ഏറ്റവും വൃത്തിയുള്ള റൂം ഞങ്ങളുടെ റൂമാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ എന്തൊക്കെയോ എടുത്ത് ഓടിയതിൻ്റെയൊക്കെ ഒരു വെപ്രാളത്തിലാണ് ഇങ്ങനെ കിടക്കുന്നത്. അത് നിങ്ങൾ വിടും. അത് എനിക്കിങ്ങനെ ഒരു കുറച്ച് വൃത്തിയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്കിങ്ങനെ ഇരുന്ന് എടുക്കുമ്പോൾ നിങ്ങളിത് എൻ്റെ റൂമാണെന്ന് ഇമാജിൻ ചെയ്യുന്നതൊക്കെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ വിടുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് കേരള റാങ്ക് വേഴ്സസ് മാർക്കാണ്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് എത്രത്തോളം റിലേ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ എനിക്കും ഒരിതില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു നീറ്റ് 2026 പോലത്തെ ഒരു പേപ്പറാണ് റീനീറ്റിനും എക്സ്പെക്ട് ചെയ്തത്. കാരണം ഉറപ്പല്ലേ, അതായത് ഇത്തിരി വ്യത്യാസം വരുമ്പോഴത്തേക്ക് ഒത്തിരി കൊച്ചുങ്ങൾ കേസുമായിട്ടൊക്കെ പോകും. കാരണം ചില കൊച്ചുങ്ങൾക്ക്, അതായത് കുറച്ചൊരു സെക്ഷൻ ഓഫ് കൊച്ചുങ്ങൾക്ക് എക്സാം ഈസി ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എക്സാം ടഫ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രാഫ് അതുപോലെ താഴെ പോകും. ഇപ്പോൾ ഫിസിക്സിലൊക്കെ വീക്കായിട്ടുള്ള കൊച്ചുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എക്സാം ഈസി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല സ്കോറിലോട്ട് എത്താൻ പറ്റത്തില്ല. അതേസമയം ടഫ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ കൊച്ചുങ്ങൾ ചെയ്ത് തെറ്റിക്കും, ഇവരത് ചെയ്യാതെ വിടും. അപ്പോൾ രണ്ടുപേർക്കും ഏകദേശം സെയിം മാർക്ക് വരുന്നത് കൊണ്ട് ആ ഒരു സെക്ഷൻ കയറി വരാനൊക്കെ ഉള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല മറ്റേ ഒരു പേപ്പർ തന്നെ ആയിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ നമ്മളുടെ എല്ലാം പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് ഏകദേശം ഒരു നീറ്റ് 2025 അവിടുന്ന്, അതായത് നീറ്റ് 2025 പുറപ്പെട്ടിട്ടുമുണ്ട്, നമ്മുടെ 26ന്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്തിയിട്ടുമില്ല. ആ ഒരു രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഫിസിക്സ് അത്യാവശ്യം ലെങ്തി ആയിരുന്നു, കാരണം കൊച്ചുങ്ങളെ ചെയ്ത് എത്തിയിട്ടില്ല. കെമിസ്ട്രി ഒരു മോഡറേറ്റ് ടഫ് ആയിരുന്നു. ബയോളജി ഈസി ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അത്ര ഈസി ആയിരുന്നില്ലടാ. ഒരു ഈസിക്കും മോഡറേറ്റിനും ഒരു ഏകദേശം നടുക്ക് നിൽക്കുന്ന ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ 2025 റാങ്ക് വേഴ്സസ് മാർക്ക് എടുത്തു, ലാസ്റ്റ് റാങ്ക് എടുത്തു, അതുപോലെ തന്നെ 24 എടുത്തു, 23 എടുത്തു. ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. പിന്നെ ഞാൻ ബ്രില്യൻറ്റിലെ ശിവൻ സാറിൻ്റെ വീഡിയോ കണ്ടു. കാരണം അവിടെ ഈ ഒരു സ്കോർ റേഞ്ചിൽ എത്ര കൊച്ചുങ്ങളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എളുപ്പമാണ്. അപ്പം ഞാൻ ബ്രില്യൻറ്റിലെ വീഡിയോയിൽ കണ്ടത് വെച്ചിട്ട് 700, 697, 692, 685 ഈ ഒരു റേഞ്ചിൽ ബ്രില്യൻറ്റിൽ റാങ്ക് ഉണ്ട്. അപ്പം മോസ്റ്റ്ലി 700 ആയിരിക്കും നമ്മുടെ കേരള ഫസ്റ്റ് റാങ്ക് വരാനായിട്ടുള്ളൊരു ചാൻസ് ഉള്ളത്. അപ്പോൾ 635 ടു 720, അതായത് ഒരു 1 ടു 100 റേഞ്ചിൽ വരുന്നത് ആ ഒരു സ്കോർ ആണ്. 620 ടു 635 ഏകദേശം ഒരു 200 റാങ്ക് റേഞ്ചിലായിരിക്കും വരുന്നത്. 610 ടു 620 മാർക്ക് ഒരു 500 റാങ്കിൻ്റെ റേഞ്ചിലായിരിക്കും വരുന്നത്. 595 ടു 610 എന്ന് പറയുന്ന ഒരു 800 റാങ്കിൻ്റെ റേഞ്ചിലായിരിക്കും കേട്ടോ വരുന്നത്. 585 ടു 595 എന്ന് പറയുന്ന ഒരു 1200 റാങ്കിൻ്റെ റേഞ്ചിൽ. നിങ്ങൾ പ്രീവിയസ്, അതായത് ഞാൻ പറഞ്ഞ ഈ 800, 1200 ആ ഒരു രീതിയിൽ ഒരു കമ്പാരിസൺ എടുത്താൽ മതി. അപ്പോൾ ഓക്കെ ആയിക്കോളും. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കാണും. കാരണം എങ്ങനെയാണ് 585-നും 595-നും 1200 റാങ്ക് വരുന്നതെന്ന് ഞാൻ തൊട്ട് മുന്നേ പറയുന്ന റാങ്കുമായിട്ട് നിങ്ങളൊന്ന് ഇതാക്കി നോക്കിയാൽ മതി. അതായത് 800-ൽ നിന്ന് കൂടുതലും 1200-ൽ നിന്ന് ആ ഒരു ലെവല്, അതായത് 800-നും 1200-നും ഇടയ്ക്ക് അങ്ങനെ. ഇനി 585 ടു 575 മാർക്ക് എന്ന് പറയുന്നത് ഒരു 1750 റാങ്ക് റേഞ്ചിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ 575 ടു 565 എന്ന് പറയുന്നത് ഒരു 2400 റാങ്ക് റേഞ്ചിലായിരിക്കും വരുന്നത്. 565 ടു 555 മാർക്ക് എന്ന് പറയുന്നത് ഒരു 3300 റാങ്ക് റേഞ്ചിലായിരിക്കും വരുന്നത്. 555 ടു 545 എന്ന് പറയുന്നത് ഒരു 4250 റാങ്കിൻ്റെ റേഞ്ചിലായിരിക്കും വരുന്നത്. 545 ടു 535 എന്ന് പറയുന്നത് ഒരു 5300 ആ ഒരു റാങ്കിൻ്റെ റേഞ്ചിലായിരിക്കും വരുന്നത്. 535 ടു 525 എന്ന് പറയുന്നത് ഒരു 6500 റാങ്കിൻ്റെ റേഞ്ചിലായിരിക്കും വരുന്നത്. 525 ടു 515 എന്നൊക്കെ പറയുന്നത് ഒരു 7700 റാങ്കിൻ്റെ റേഞ്ചിലായിരിക്കും വരുന്നത്. 515 ടു 505 എന്ന് പറയുന്നത് ഒരു 8900 റാങ്കിൻ്റെ റേഞ്ചിലായിരിക്കും വരുന്നത്. 505 ടു 495 എന്നൊക്കെ പറയുന്നത് ഒരു 10000 റാങ്കിൻ്റെ റേഞ്ചിലായിരിക്കും വരുന്നത്. ഈ 495 ടു 485 എന്നൊക്കെ പറയുന്നത് ഒരു 11200 റാങ്ക് റേഞ്ചിലായിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ 485 ടു 475 എന്നൊക്കെ പറയുന്നത് ഒരു 12400 റാങ്ക് റേഞ്ചിലായിരിക്കും വരുന്നത്. 475 ടു 465 എന്ന് പറയുന്നത് ഒരു 13600 ആ ഒരു റാങ്ക് റേഞ്ചിലായിരിക്കും വരുന്നത്. 465 ടു 455 എന്നൊക്കെ പറയുന്നത് ഒരു 14800 ആ ഒരു റാങ്ക് റേഞ്ചിലൊക്കെ ആയിരിക്കും വന്ന് നിൽക്കുന്നത്. 455 ടു 445 എന്നൊക്കെ പറയുമ്പോൾ ഒരു 16000 റാങ്ക് റേഞ്ചിലായിരിക്കും വന്ന് നിൽക്കുന്നത്. ഇനിയിപ്പോൾ 400 മാർക്ക് ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന കൊച്ചുങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 22,000 ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരാനുള്ളൊരു ചാൻസ് ഉള്ള റാങ്ക് എന്ന് പറയുന്നത്. ഒരു 300 മാർക്കൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 32,300 ആ ഒരു റേഞ്ചിലായിരിക്കും നിങ്ങളുടെ റാങ്കും കാര്യങ്ങളും. 200 മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 41,000
റേഞ്ചിലായിരിക്കും നിങ്ങളുടെ റാങ്കും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇപ്പോൾ നമുക്കിപ്പം റേസിൽ ഞാനിങ്ങനെ കേട്ടത് വെച്ചിട്ട് ഒരു 120 കൊച്ചുങ്ങൾക്കാണ് ഏകദേശം സെൽഫ് ഫിനാൻസിങ് ഇൻക്ലൂഡിങ് സെൽഫ് ഫിനാൻസിങ് കിട്ടാനായിട്ട് ചാൻസ് ഉള്ളതായിട്ട് കേട്ടത്. ഡോപ്പയിലും അതുപോലെ കൊച്ചുങ്ങൾ കുറവല്ലേ. ഇപ്പം സൈലത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5000 കൊച്ചുങ്ങളൊക്കെ ഉള്ളൂ. ബ്രില്യൻറ്റിലാണ് ഈ ഒരു 25,000ൻ്റെ കണക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്രില്യൻറ്റ് ഒഴിച്ച് നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേർ റിലേറ്റീവ്ലി കുറവാണ്. പിന്നെ എക്സാം ടഫ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലൊക്കെ ഒരു സ്കോർ ചെയ്യാൻ ഉള്ള ചാൻസും കുറവാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ റാങ്ക് എന്തൊക്കെ പറഞ്ഞാലും. ഞാനൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇപ്പം നിങ്ങൾ എബ്രോഡ് MBBS പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കോഴ്സിന് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് മനസ്സിൽ വെച്ചിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. അതായത് ഇനിയിപ്പോൾ ഈ ഒരു ഇതിനകത്തുള്ളൊരു ഹോപ്പ് വെച്ചിട്ട് നമ്മൾ ഇരുന്ന് പോകണ്ട, അതായത് വേറൊരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടാതെ പോകണ്ട, ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഗവൺമെൻറ് MBBSൻ്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 904 കേട്ടോ. അപ്പം അത് ഏകദേശം വരാൻ ചാൻസ് ഉള്ളത് ഒരു 585 to 595 മാർക്കിൻ്റെ റേഞ്ചിലാണ്. പിന്നെ ഗവൺമെൻറ് BDSൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 3801. ഞാൻ ഈ പറയുന്നതെല്ലാം ജനറൽ കാറ്റഗറിയുടെ ആണ് കേട്ടോ. അതിനന്നേരം ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉള്ളൊരു മാർക്ക് എന്ന് പറയുന്നത് 545 to 555 മാർക്കാണ്. ഇനി അടുത്ത സെൽഫ് ഫിനാൻസിങ് MBBSൻ്റെ ഒരു പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എന്ന് പറയുന്നത് 10841. ഇതെല്ലാം തേർഡ് അലോട്ട്മെൻറ്റിലെയാണ് കേട്ടോ, സ്ട്രേയുടെ അല്ല. അപ്പോൾ അതിന് ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉള്ളൊരു മാർക്ക് എന്ന് പറയുന്നത് 480 to 495. ഇനി അടുത്ത് നമ്മൾ സെൽഫ് ഫിനാൻസിങ് BDS നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഒരു 44,950. അതിപ്രാവശ്യം 300 to 320 മാർക്ക് റേഞ്ചിലായിരിക്കും വരുന്നത്. ഇനി നമ്മൾ അഗ്രികൾച്ചറിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് എത്രയാണ്? 8956. അപ്പം ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉള്ളൊരു മാർക്ക് 515 to 525 കേട്ടോ അഗ്രികൾച്ചറിൻ്റെ. ഇനി നമ്മൾ ആയുർവേദം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയുർവേദത്തിൻ്റെ ഒരു ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 11,281. അതിപ്രാവശ്യം വരാൻ ചാൻസ് ഉള്ള മാർക്ക് 485 to 475 മാർക്കാണ് കേട്ടോ. സെൽഫ് ഫിനാൻസിങ് ആയുർവേദമാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈഡ് ആയാൽ മതി. അതായത് ക്വാളിഫിക്കേഷൻ സ്കോറിനേക്കാളും ഒരു ഇത്രയും കൂടെ മാർക്ക് മതി. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ ഓപ്ഷൻസ് വെക്കുക. കാരണം എല്ലാ കോളേജിനും ഏകദേശം സെയിം കട്ട് ഓഫ് ആണ്. നമുക്ക് അതിനകത്ത് ടോപ്പ് പ്രയോറിറ്റി ഉള്ള കോളേജ് നോക്കി വെക്കുക. കാരണം നമുക്ക് അവിടെ ആയിരിക്കും ഇത്രയും കൂടെ എക്സ്പോഷർ ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും, ക്ലാസ് ആണെന്നുണ്ടെങ്കിലും, പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ബെറ്റർ. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കി കൈകാര്യം ചെയ്യുക. ഇപ്പം നമ്മൾ BDSൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ഏകദേശം ഒരു സെയിം റേഞ്ചിലാണ് സ്കോർ പോകുന്നത്. അപ്പം നിങ്ങളത് നോക്കിയും കണ്ടും വെക്കുക. നിങ്ങൾക്ക് BDSൻ്റെ ആയുർവേദത്തിൻ്റെ MBBSൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പേഴ്സണൽ അസിസ്റ്റൻസോ ഒരു ഗൈഡൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. അവിടെ ഞാൻ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. എനിക്കിപ്പോൾ ഈ ജൂലൈ അവസാനം വരെ എക്സാംസ് ആണ്. പക്ഷേ അതിനിടയ്ക്ക് ഞാൻ സമയം കണ്ടെത്തി അതിനകത്ത് റെസ്പോണ്ട് ചെയ്യാം. കാരണം വീഡിയോ ചെയ്യുന്ന അത്ര ഒരു ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വെറ്റിനറിയുടെ ഒരു റാങ്ക് എന്ന് പറയുന്നത് ഒരു 4308 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്കിപ്രാവശ്യം വരാൻ ചാൻസ് ഉള്ളൊരു മാർക്ക് എന്ന് പറയുന്നത് 555 to 545. അപ്പോൾ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറ്റിനറിക്ക് നമുക്കൊരു സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 520 to 540 മാർക്ക് റേഞ്ചിൽ വേണം. അതായത് നമ്മുടെ ബാക്കിയുള്ള സ്റ്റേറ്റിലെ 15% കോട്ട ഉണ്ടല്ലോ. നമ്മളിപ്പോൾ VCA കൗൺസിലിങ്ങിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം കേരളത്തിലെ 15% സീറ്റ് വേറെ സ്റ്റേറ്റിലെ കൊച്ചുങ്ങൾക്ക് റിസർവ് ചെയ്തേക്കുന്ന പോലെ എല്ലാ സ്റ്റേറ്റിലും 15% റിസർവേഷൻ സീറ്റിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഒരു 520 to 540 മാർക്കാണ്. പിന്നെ നമുക്കിപ്പോൾ ഒരു നീറ്റിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ സ്കോർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതാത് സ്റ്റേറ്റിൻ്റെ മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ സ്റ്റേറ്റിൻ്റെ കൗൺസിലിങ്ങിൽ നമ്മൾ ജോയിൻ ചെയ്താൽ മതി, അതായത് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ അതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഒരു 30 to 35 lakhs ഇൻക്ലൂഡിങ് AC ഹോസ്റ്റൽ, മലയാളി മെസ്സ്, മലയാളി ഫുഡ്, ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് കൂടുതൽ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന വെറ്റിനറി കോളേജസ് ഒക്കെ നോക്കി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ വെളിയിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കാസ്റ്റിസം റേസിസം ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഏത് കോളേജ്, നിങ്ങളിപ്പോൾ MBBS ആണെന്നുണ്ടെങ്കിലും MBBSൻ്റെ അത്രയും പ്രശ്നമില്ല. കാരണം എവിടെ ചെന്നാലും മലയാളികൾ കൂടുതൽ കാണുമായിരിക്കും. പക്ഷേ ഇപ്പം നിങ്ങൾ BDS, വെറ്റിനറി, അഗ്രികൾച്ചർ അങ്ങനെയൊക്കെ വെളിയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും മലയാളികൾ കൂടുതലുള്ള കോളേജ് നോക്കി സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ വെറ്റിനറിക്ക് നല്ല എല്ലാത്തിലും നിങ്ങൾക്കൊരു ഉപയോഗമായിരിക്കും. അപ്പം വെറ്റിനറി റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ എനിക്ക് എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റാങ്ക് കണ്ട് അങ്ങനെ അധികം പേടിക്കേണ്ടടാ. എനിക്കും ഒരു 70 to 80% ചാൻസ് എനിക്കും തോന്നുന്നുള്ളൂ പേഴ്സണലി ഈ ഒരു റാങ്ക് റേഞ്ചിൽ നിങ്ങൾക്ക് വരാൻ ഉള്ളൊരു ചാൻസ് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പോൾ ശരി, ടാറ്റ.